ഞാനീ പറയുന്നത് മുസ്ലിംകളായ യൂട്യൂബേഴ്സിനോടാണ്. മുസ്ലിം പേര് മാത്രമുള്ളവരോടല്ല, മുസ്ലിമായി ജീവിച്ച് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന യൂട്യൂബേഴ്സിനോട് മാത്രം. ഇത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എന്നെ തെറി വിളിച്ചാലും ചീത്ത വിളിച്ചാലും എനിക്കൊരു കുഴപ്പവുമില്ല. അത് നിങ്ങളുടെ സംസ്കാരമാണ്, എൻ്റെ സംസ്കാരം അങ്ങനെയല്ല. ഈ വീഡിയോ ഇത്തരം വ്ലോഗ് ചെയ്യുന്നവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ധാരാളം ഷെയർ ചെയ്ത് അവരും കണ്ട് അവരുടെ മനസ്സിലെങ്കിലും ഒരു മാനസാന്തരം ഉണ്ടാകട്ടെ എന്ന ഒരു പ്രാർത്ഥനയോടെ മാത്രമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താണ് എല്ലാവരുടെയും വിശേഷം? അല്ലാഹു റബ്ബുൽ ആലമീൻ ജീവിതത്തിൽ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്ന വിഷയം, ഇന്ന് ചില വ്ലോഗുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്, മനസ്സിനൊരുപാട് വേദനയുണ്ട്. യൂട്യൂബ് ഹറാമാണെന്നോ അല്ലെങ്കിൽ യൂട്യൂബിൽ വ്ലോഗ് ചെയ്യാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാനും വ്ലോഗ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഹൈറായ നല്ലത് യൂട്യൂബിലൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരു വിരോധവുമില്ല. പക്ഷേ ഈ യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് സ്വന്തം ഭാര്യയെ പ്രദർശിപ്പിക്കുന്ന ആളുകൾ, അവളുടെ ഔറത്ത് പ്രദർശിപ്പിക്കുന്ന ആളുകൾ, ഇനി സ്വന്തം ഭർത്താവ് ഒന്നും പ്രദർശിപ്പിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ തന്നെ എല്ലാം കാണിച്ചു തരാം, നിങ്ങൾ കണ്ടോ എന്ന് പറയുന്ന ആളുകൾ. ഇത് ഞാൻ പറയുന്നത്, ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ഇവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ആർക്കും എന്തും ചെയ്യാം. ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ എന്തും ചെയ്യാം. ഞാനത് ആരെയും എതിർക്കുകയല്ല. ഞാനിവിടെ പറയുന്നത് മുസ്ലിംകളോട് മാത്രമാണ്. ഏത് മുസ്ലിംകളോട്? ഞാൻ മുസ്ലിം പേരുണ്ട് എന്നതുകൊണ്ട് മാത്രം അങ്ങനെയുള്ള ആളുകളോടല്ല, മുസ്ലിമായി ജീവിച്ച് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞിട്ടും നിങ്ങൾക്കത് മാറ്റാൻ താല്പര്യമില്ലേ? നിങ്ങൾക്ക് മാറ്റേണ്ട, അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങളെ നിർബന്ധിപ്പിക്കാനോ നിങ്ങളെ നിർബന്ധിച്ച് തട്ടമിടിപ്പിക്കാനോ നിങ്ങളോട് തുള്ളണ്ടെന്ന് പറയാനോ ഞാൻ ആളല്ല. നിങ്ങളീ കാണിക്കുന്നത് ഇസ്ലാം അല്ല സഹോദരങ്ങളെ എന്ന് സ്നേഹത്തോടെ ഉണർത്തുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അല്ലാതെ നിങ്ങളെ ഭീഷണിപ്പെടുത്താനോ നിങ്ങളെ കുറ്റം പറയാനോ ഞാനതിനാളല്ലേ അല്ല എന്ന ഒരു മുഖവരയോടുകൂടെ കാര്യങ്ങൾ പറയട്ടെ. വിശുദ്ധ ഖുർആനിലെ ഇത് ഫുള്ളായിട്ട് നിങ്ങൾ കേൾക്കണം കേട്ടോ. കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിലും. വ്ലോഗൊന്നും ചെയ്യുന്നില്ലെങ്കിലും കുറേ കാര്യങ്ങൾ കുഴപ്പത്തിൽ നമ്മളുണ്ടായിട്ടുണ്ടാകും. അത് വലിയ അപകടത്തിലേക്ക് നമ്മുടെ ഈമാൻ തന്നെ നഷ്ടപ്പെടാൻ അത് കാരണമാകുമെന്നാണ് ഖുർആനിൽ അല്ലാഹ് പറയുന്നില്ലേ, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. വൽ അസ്ർ, കാലത്തെ തന്നെ സത്യം. കാലത്തെ പിടിച്ച് സത്യം ചെയ്തല്ല പറയാണ് അല്ലേ? കാലം തന്നെ സത്യം. മനുഷ്യൻ നാശത്തിലാണ്. അവൻ ഈ ഒരു കാലഘട്ടത്തിൽ അവൻ കാണിക്കുന്ന കോപ്രായങ്ങൾ കൊണ്ട് അവൻ നാശത്തിലാണ്. എങ്ങനെയുള്ള മനുഷ്യൻ? ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. ഈമാനുള്ള സൽവൃത്തരായ മനുഷ്യരൊഴികെ ബാക്കി എല്ലാ മനുഷ്യരും നാശത്തിലാണെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. അപ്പം നമ്മൾ നശിച്ചു പോകാൻ പറ്റുമോ? നമ്മൾ നശിച്ചു പോകേണ്ടവരാണോ? അല്ല, നമുക്ക് സ്വർഗത്തിലേക്ക് എത്തേണ്ടവരാണ്, അള്ളാഹനെ കാണേണ്ടവരാണ്. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാനിന്ന് പറഞ്ഞു തരുന്ന ഒരു ഹദീസാണ്. ഈ ഒരു ഹദീസ് ശരിക്കും നിങ്ങൾ കൽബ് കൊണ്ട് മനസ്സിലാക്കണം. അള്ളാൻ്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, 5 കാര്യങ്ങൾ ഹലാലായാൽ അള്ളാഹുവിൻ്റെ അതികഠിനമായ ശാപം നിങ്ങളുടെ മേൽ ഇറങ്ങുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ചില കാര്യങ്ങൾ മാത്രം പങ്കുവെക്കട്ടെ. ഒന്നാമത് മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, വഇദശ്ശരിബുൽ ഖംർ, കള്ളുകുടി വ്യാപകമായാൽ. അങ്ങനെയല്ല, കള്ളുകുടി വ്യാപകമായാൽ എന്ന് പറഞ്ഞാൽ അന്നും കള്ളുകുടി വ്യാപകമാണ്. ഇന്ന് കള്ളുകുടി ജനറലൈസ് ചെയ്യപ്പെട്ടാൽ, അതായത് കള്ളുകുടി എന്നൊരു വിഷയമല്ലെന്നേ. കള്ളുകുടിയും പോയി മയക്കുമരുന്നും കിടന്ന് MDMA ആണെന്ന് പറഞ്ഞാലും, ഇപ്പോൾ ഒരു കുട്ടി MDMA കേസിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെന്ത് ചിന്തിക്കും? അതൊക്കെ ഇപ്പം എല്ലായിടത്തും വ്യാപകമല്ലേ, കിട്ടാത്ത സാധനമൊന്നുമല്ലല്ലോ എന്ന ഒരു രീതിയിലേക്ക് കഞ്ചാവ് കേസിൽ MDMA പിടിക്കുന്ന കുട്ടികളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു പോവാണ്. എന്തേ? അത് കള്ളുകുടി അല്ലെങ്കിൽ മദ്യപാനം, ലഹരി എന്ന് പറയുന്നത് അത് പൊതുവൽക്കരിക്കപ്പെടും. അത് ജനങ്ങൾക്കൊരു പ്രശ്നമല്ലാതായി തീരുന്നൊരു കാലം വരുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. ഇതിനെതിരെ നമ്മളെന്തെങ്കിലും സംസാരിച്ചാലോ? ഇപ്പോൾ വേണ്ട. എൻ്റെ ഈ ചാനലിൽ തന്നെ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾക്കൊന്നും മിണ്ടാൻ പറ്റാത്ത കാലമായിരിക്കും. ദീൻ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മൊയ്ലിയാരുടെ പണി നോക്ക്. മൊയ്ലിയാരുടെ പണി ഇതാണ്. വേറെന്താ മൊയ്ലിയാരുടെ പണി ഇതല്ലേ? ദീൻ പറഞ്ഞു കൊടുക്കലല്ലേ? അതാണ് മൊയ്ലിയാരുടെ പണി. മൊയ്ലിയാരെടുക്കുക. നിങ്ങൾക്ക് വേണോ? വേണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് വിട്ടേക്കുന്നേ. നിങ്ങൾ എന്തിനാ തെറി വിളിക്കാൻ പോകുന്നത്? ചില ആളുകൾ പറയുന്നുണ്ട് ഇസ്ലാമിൻ്റെ സൗന്ദര്യം നശിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് എന്നെ കുറേ തെറി വിളിക്കണം. അപ്പം ഞാൻ ചിന്തിക്കണം, പടച്ചോനെ, ഞാനീ പറഞ്ഞതിൽ ഇസ്ലാമികമായ നല്ല കാര്യങ്ങളേ ഉള്ളൂ. ഇവർ തെറി വിളിച്ചത് ഇസ്ലാമിൻ്റെ സംസ്കാരമാണെന്ന് ആളുകൾ മനസ്സിലാക്കിയാലോ? ഹിന്ദുക്കൾ പോലും ഇത്ര മാന്യമായിട്ട് കമൻറ്റ് ചെയ്യണമല്ലേ ചിലയിടങ്ങളിലൊക്കെ? അതായത് നിങ്ങൾക്ക് നന്മയെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റാത്ത കാലം, തിന്മയെ എതിർക്കാൻ പറ്റാത്ത കാലം. വേണ്ട, ഈ അഴിഞ്ഞാട്ടം നടത്തുന്ന പല വ്ലോഗേഴ്സും ഉണ്ട്. ഈ വ്ലോഗേഴ്സിൻ്റെ അടിയിൽ പോയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്ത് നോക്കിയേ, ഇത് ഹറാമാണെന്ന് പറഞ്ഞാൽ നിങ്ങളെ എല്ലാവരും കൂടെ തെറി പറഞ്ഞൊരു മൂലക്കിരുത്തും. ഇല്ലേ? ശരിയല്ലേ? ഇങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം. സാംസ്കാരികമായി നിങ്ങൾ അധപ്പതിച്ചു പോകും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ മുസ്ലിം ഉമ്മത്തിനെ തകർക്കാനായിട്ട് നമ്മളെ കൊന്നുകളയാൻ പറ്റില്ല, ആയുധം കൊണ്ട് നമ്മളെ കൊല്ലാൻ പറ്റില്ല. മഹാനായ ഹറാം റളിയല്ലാഹു അൻഹു ഒരു സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ
പിന്നിലൂടെ കടാര കൊണ്ട് കുത്തിയിറക്കി മഹാനവറുകളുടെ നെഞ്ചിൻ്റെ മുമ്പിൽ കൂടെ ഇങ്ങനെ കടാര വരികയാണ്, പുറത്തോട്ട് വരികയാണ്, വാള് വരികയാണ്. ഇത് നോക്കി എന്നിട്ട് പറയുന്നുണ്ട്, ഫുസ്ദു വറബ്ബിൽ കഅബ, പടച്ചോനെ കഅബയുടെ നാഥനായ റബ്ബേ ഞാൻ ജയിച്ചിരിക്കുന്നു. അതായത് നമ്മളെ കൊല്ലുകയാണെങ്കിൽ നമ്മൾ ഷഹീദേ ആവുള്ളൂ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ സാംസ്കാരികമായി നമ്മളെ തരം താഴ്ത്തി കളഞ്ഞാൽ, നമ്മുടെ സംസ്കാരമില്ലാത്തവരായി നമ്മളെ മാറ്റിയാൽ നമ്മൾ തോറ്റുപോകും, നമ്മൾ ഭിന്നിച്ച് ചിന്നിച്ചിതറിപ്പോകും. ഇതറിയുന്നവരാണ് യൂറോപ്പിൻ്റെ ആളുകൾ. നമ്മൾ ശരിക്കും ഇന്ന് അവരുടെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ വേണ്ട, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ സംസ്കാരങ്ങളൊക്കെ പലതും മാറിയില്ലേ? ഇപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്താണ് നിക്കാഹ് എന്ന് പറയുന്നത്. നിക്കാഹ് മിൻ സുന്നത്തി, നിക്കാഹ് എൻ്റെ സുന്നത്താണ്. എന്നിട്ടോ ആ നിക്കാഹിൻ്റെ വേദിയിൽ എന്തെല്ലാം കോപ്രായങ്ങൾ നമ്മൾ കാണിച്ചു കൂട്ടുന്നുണ്ട്. നിക്കാഹിൻ്റെ സദസ്സിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് വധുവരന്മാർക്ക് കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? അതൊരു സമ്മാനമാണ്. ബാറക്കല്ലാഹു ലക്കുമ ബാറക്ക അലൈക്കുമ ജമഅ ബൈനക്കുമ ഫി ഖൈർ, ഇല്ലേ? അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ എന്നാണ്. ഒരൊറ്റ മനുഷ്യൻ്റെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കൂല. കാരണം എന്താ? ആ ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യേണ്ടുന്ന ആ വിവാഹ സദസ്സിൽ എന്തെല്ലാം കോപ്രായങ്ങളാണ്. പണ്ട് ആണും പെണ്ണും ഒക്കെ തുള്ളി കളിച്ചു കഴിഞ്ഞാൽ, ഇത് മുസ്ലിങ്ങളോട് മാത്രം കേട്ടോ ഞാനീ പറയുന്നത്, മുസ്ലിമായി ജീവിച്ച് ഭരിക്കണം എന്ന് ആഗ്രഹിക്കണവരോട് മാത്രം, അല്ലാത്തൊരാൾക്കും നിങ്ങൾക്ക് എന്തും ചെയ്യാം. ഞാനീ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം എന്ന് ഒരു നിർബന്ധം എനിക്കില്ല. ഇറ്റ്സ് ഓൺലി ഫോർ മുസ്ലിംസ്. നല്ല മുസ്ലിമായി ജീവിച്ച് ഭരിക്കണം എന്ന് ആഗ്രഹിക്കണവരോട് മാത്രം. പണ്ടൊക്കെ നമ്മൾ പോകുമ്പോൾ ഒരു അന്യ ആണും പെണ്ണും ഒക്കെ ഇങ്ങനെ ഒരുമിച്ച് ഡാൻസ് കളിക്കണമെങ്കിൽ നമ്മൾ പറയും, അയ്യക്ക് എന്തൊരു കാലമാണിത്, ഇന്ന് അങ്ങനത്തെ പരിപാടി ഇല്ലെങ്കിൽ എന്താടാ പിള്ളേ, കല്യാണമായിട്ട് ഒച്ചയും ബഹളവും പാട്ടൊന്നും ഇല്ലേ? വല്യമ്മമാർ ചോദിക്കും, എവിടെയാണ് പിള്ളേ ഡാൻസും പാട്ടൊന്നും ഇല്ലേ? ഇതെന്ത് വീടാ ഇത്? മരിച്ച വീടാണോ അല്ലെങ്കിൽ കല്യാണ വീടാ? ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ചോദിക്കണം, അതുകൊണ്ടാണ്. യാ അല്ലാ. ഇതുപോലെ ഞാൻ ഒരു വേദിയിലേ ബാറക്കല്ല പറയാൻ പോവാണ്. ഇങ്ങനെ വേദിയിലോട്ട് ഇങ്ങനെ കയറുക, ഞാനിങ്ങനെ ചവിട്ടി കയറുമ്പോഴത്തേക്കും ബാറക്കല്ലാഹു ലക്കുമ എന്ന് പറയണമല്ലോ, വരൻ്റെ കൈ പിടിച്ചിട്ട് കയറുമ്പോഴത്തേക്കും പടച്ചോനെ ഞാനവിടെ കേൾക്കണം, നിങ്ങൾക്ക് ആദരാഞ്ജലി നേരട്ടെ എന്നാണ്. യാ അല്ലാ. ഈ ആദരാഞ്ജലി നേരുന്ന സദസ്സിൽ പോയിട്ട് ഞാൻ ബാറക്കല്ലാഹു ലക്കുമ ബാറക്ക ലക്കുമ ഞാൻ തിരിച്ചിങ്ങോട്ട് ഇറങ്ങി പോകുന്നു. എന്തിനാ പടച്ചോനെ കളിയാക്കാണത്? പടച്ചവനെ കളിയാക്കാൻ. അപ്പോൾ വിവാഹ ജീവിതത്തിൽ നിങ്ങൾ ഉറപ്പിച്ചോ, ഒരു ബറക്കത്തും ഒരു സമാധാനവും നിങ്ങൾക്ക് ലഭിക്കില്ല. അതായത് അള്ളാഹുവിൻ്റെ തൃപ്തിയില്ലാത്ത വിവാഹമാണതെങ്കിൽ, മുത്തുനബി തങ്ങളുടെ സുന്നത്തിനെ പരിഹസിക്കലാണത്, മുത്തുനബി തങ്ങളുടെ സുന്നത്തിനെ കളിയാക്കലാണത്, മുത്തുനബി തങ്ങളുടെ സുന്നത്തിനെ തരം താഴ്ത്തലാണത്. അങ്ങനെ ആ സുന്നത്തിനെ നിങ്ങൾ പരിഹസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ഹണിമൂൺ പീരീഡ് കഴിഞ്ഞ് സ്ട്രഗ്ലിംഗ് പീരീഡിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ സമാധാനം ആസ്വദിക്കാൻ പറ്റാത്തവരായി മാറും. പ്രത്യക്ഷത്തിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടെന്നൊക്കെ തോന്നും, ഉള്ളിൻ്റെ ഉള്ളിൽ നീറുകയായിരിക്കും. കാരണം സമാധാനം എവിടെന്ന എന്തില്ല, അത് അള്ളാഹുവിൽ നിന്നാണ്. അല്ല തരണം, അല്ല തരൂല. കാരണം എന്തേ? നമ്മൾ കോപ്രായങ്ങൾ കാണിച്ച് മുത്തുനബി തങ്ങളുടെ സുന്നത്തിനെ പരിഹസിച്ചവരായിപ്പോയി. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുമാറാകട്ടെ. മറ്റൊരു ഈ ഹദീസിൻ്റെ ബാക്കി ഭാഗത്ത് കാണാം, മറ്റൊരു ആശയം പറയുന്നുണ്ട്, യാ അല്ലാഹ്, അന്ന് 1400 കൊല്ലം മുമ്പ് മുത്തുനബി ഇപ്പം നടക്കാൻ പോണത് കണ്ടു പറഞ്ഞതുപോലെ പറയാൻ, പെണ്ണിന് പെണ്ണും പുരുഷന് പുരുഷനും വേണ്ടി വരുന്നൊരു കാലഘട്ടം വരുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇന്ന് നമ്മൾ കാണല്ലേ എത്ര ലെസ്ബിയനിസത്തിന് വേണ്ടി, ഗേ സെക്സിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ. എനിക്ക് ആണിനെ മതി എന്നൊരാണ് പറയാം, എനിക്ക് പെണ്ണിനെ മതി എന്നൊരു പെണ്ണ് പറയാം. അങ്ങനെ ഒരു കാലം വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മറ്റൊന്ന് പറയുന്നുണ്ട്, റജുല എന്ന് പറഞ്ഞാൽ ആരാണ്? റജുല എന്ന് പറഞ്ഞാൽ പുരുഷവേഷം ധരിച്ച് നടക്കുന്ന സ്ത്രീയാണ്. സ്ത്രീകൾക്ക് പുരുഷൻ്റെ വേഷം മതി എന്നാണ്. യാ അല്ലാഹ്, പുരുഷനെ പോലെ നടക്കുക, പുരുഷനെ പോലെ സംസാരിക്കുക. അവർ പുരുഷൻ തുറന്നിടുന്നുണ്ടല്ലോ, ഞാൻ തുറന്നിട്ടാൽ എന്താണ് കുഴപ്പം? യാ അല്ലാഹ്, യാ അല്ലാഹ്. ഈ കുഴപ്പം എന്താണെന്ന് ചോദിക്കണല്ലാണ്ട് തുറക്കണമെന്നും കാണില്ല. യാ അല്ലാഹ്, അങ്ങനെയുള്ള കുറേ സമുദായങ്ങൾ. യാ അല്ലാഹ്, പേടിക്കണ്ടേ നമ്മൾ? എന്തൊരു ലോകച്ചാണ്. ഇതൊക്കെ കണ്ടിട്ടല്ലേ നമ്മുടെ മക്കൾ വളരുന്നത്. ഈ മക്കൾക്കാണെങ്കിൽ നമ്മളൊട്ട് ദീന് കൊടുക്കുകയില്ല. റജുലയുണ്ടായാൽ അതുപോലെ തന്നെ തിരിച്ചങ്ങനെ തന്നെ പെൺവേഷം ധരിച്ച് നടക്കുന്ന പുരുഷന്മാരുണ്ട്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ശാപത്തിന് നിദാനമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഞാൻ ഉദ്ദേശിച്ച വിഷയത്തിലേക്ക് വരട്ടെ. അപ്പോൾ മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, ദയ്യൂസ് വരും. ദയ്യൂസ് ഒരിക്കലും സ്വർഗത്തിൽ കിടക്കില്ല. നബിതങ്ങളെ ഈ കള്ളുകുടിയനെ കുറിച്ച് പറഞ്ഞേക്ക് എനിക്ക് മനസ്സിലായി. ദയ്യൂസ് ആരാണ് നബിയെ? അല്ലദീ ലാ യുബാലി മൻ ദഖല അലാ അഹ്ലി. സുബ്ഹാനല്ലാഹ്. തൻ്റെ സ്വന്തം ഭാര്യയുടെ കിടപ്പറയിൽ നിന്നൊരു മനുഷ്യൻ എഴുന്നേറ്റ് പോണത് കണ്ടാൽ ഒന്നും മിണ്ടാതെ നിൽക്കുക. ഭാര്യയാകട്ടെ, ഉമ്മയാകട്ടെ, പെങ്ങളാകട്ടെ, അവരുടെ അടുക്കൽ നിന്ന് അന്യനായ ഒരുത്തൻ എഴുന്നേറ്റ് പോണത് കണ്ടാൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന മനുഷ്യൻ, സാംസ്കാരികമായി അധപ്പതിച്ചു പോയവനില്ലേ? ഇതിന്ന് സർവ്വവ്യാപിയാണ്. കോടതിയിൽ പോലും കേസ് വരുന്നുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് ആ വിഷയമൊക്കെ. എൻ്റെ ഭാര്യ മറ്റൊരുത്തൻ്റെ കൂടെ കിടന്നു, കുറ്റം ആർക്ക് മാത്രമേ ഉള്ളൂ? അവന് മാത്രമേ ഉള്ളൂ. വേറെ 2 പേര് ശിക്ഷിക്കപ്പെടണം. ഭർത്താവ് പരാതി കൊടുത്തതാ. അപ്പോൾ കോടതി പറഞ്ഞെന്താ?
അതിന് രണ്ടുപേർക്കും കൺസെൻറ്റ് ഉണ്ടെങ്കിൽ അവർ ആസ്വദിക്കട്ടെ എന്ന് ലോകത്ത് മുഴുവൻ എല്ലായിടത്തും ഉള്ള കാര്യമാണെന്നാണ്. അതായത് സ്വന്തം ഭാര്യയുടെ കിടപ്പറയിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് പോണത് കണ്ടാൽ ഒന്നും മിണ്ടാതെ അശക്തനായി നിന്നു പോകുന്നവൻ്റെ പേരും കൂടെയാണ് ദയ്യൂസ് എന്ന് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നമുക്കിത് കണ്ടു പഠിപ്പിച്ചു തരാം മുത്തുനബിതങ്ങൾ. ഇതിൻ്റെ ഒരു ആശയം ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് സ്വന്തം ഭാര്യയെ ഒരു കാഴ്ചപ്പണ്ടാരം പോലെ ഒരുക്കിയിട്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് നിർത്തുന്ന ഭർത്താക്കന്മാരെ നിങ്ങളും ദയ്യൂസുകളാണെന്നാണ് ഈ പറയുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല, ആരെയും ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ഇങ്ങനെ വ്ളോഗ് കാണിച്ച് നടക്കുന്നവരെ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ നല്ല വ്ളോഗുകൾ ചെയ്തോ, ജനങ്ങളെ ചിരിപ്പിച്ചോ സന്തോഷിപ്പിച്ചോ നല്ലതൊക്കെ ചെയ്യേ. പക്ഷേ നിങ്ങളുടെ ഭാര്യയെ കൊണ്ടുവന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി, ആദ്യകാലത്ത് ഈ ഭാര്യമാർ വരുമ്പോൾ ഒന്ന് തട്ടനുണ്ടാവും ഇല്ലേ, പിന്നെ പിന്നെ തട്ടം പോവും. പിന്നെ ആദ്യമൊക്കെ നാണമായിരിക്കും, ഭയങ്കര നാണം. ഈ നാണം എന്ന് പറയുന്നത് അത് പതുക്കെ പതുക്കെ പോവാന്ന് പറയണം നമ്മുടെ ഈമാൻ കുറയുന്നതിൻ്റെ ഭാഗ. അത് നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യയുടെ സന്തോഷത്തിന് വേണ്ടിയാണെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുണ്ട് അല്ലേ? ഭാര്യയുടെ സന്തോഷം, ഭാര്യ ഒരിക്കലും പറയണം ഇക്കാക്ക എനിക്ക് വിഷം കുടിക്കണം, നിങ്ങൾ കൊടുക്കുമോ? വിഷം വാങ്ങി കൊടുക്കുമോ? ഭാര്യയുടെ സന്തോഷമല്ലേ എന്ന് എഴുതിയിട്ട് കൊടുക്കുമോ? യാ അല്ലാഹ്, അതിലും വലിയ അപകടമല്ലേ? അവളെ കൊണ്ടുപോയി നിങ്ങൾ നരകത്തിലേക്കാണ് മക്കളെ ചാടിക്കുന്നത്, നരകത്തിലേക്കാണ് നിങ്ങളെ ചാടിക്കുന്നത്. ആരെയും ഞാൻ കുറ്റപ്പെടുത്തല്ല. നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് യൂട്യൂബ് റവന്യൂ കിട്ടിത്തുടങ്ങുമ്പോഴേക്ക് പിന്നെ എല്ലാം ഹലാലായി മാറരുത്. അള്ളാഹ് ഹലാലാക്കിയത് മാത്രം നമ്മൾ ഹലാലാക്കുക, അള്ളാഹ് ഹറാമാക്കിയതിനെ നമ്മൾ ഹലാലാക്കേണ്ടതില്ലല്ലോ. കിടന്നഴിഞ്ഞാടുകയാണ്. എന്തെല്ലാം പേക്കൂത്തുകൾ നമ്മളിങ്ങനെ കാണിക്കുന്നുണ്ട്. പടച്ചറബ് പുറത്തരോ നമുക്ക്. ദയ്യൂസുകളിൽ പെട്ടുപോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യൂട്യൂബിൽ ഇന്ന് അതിനെ നേരുള്ളൂ. യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ തന്നെ എത്ര വ്ളോഗേഴ്സാണ്. ഈ ചാനൽ വിജയിക്കണമെങ്കിൽ ഭാര്യനെ ഒന്ന് കാണിക്കണം, അല്ലെങ്കിൽ ഉമ്മാനെ ഒന്ന് കാണിക്കണം. അങ്ങനെ കാണിച്ചതുകൊണ്ടുള്ള കുറ്റമല്ല ഞാനീ പറയുന്നത്. അവിടെ അവരുടെ ഔറത്ത് പോലും വെളിവാക്കിയിട്ട് അവർ ഇങ്ങനെ തുള്ളുന്നതും ചാടുന്നതും ഇത് കണ്ട് ആസ്വദിക്കുന്ന എത്ര പുരുഷന്മാരുണ്ട്. നിങ്ങൾക്ക് അതിലൊന്നൊരു വിഷമല്ലേ? നിങ്ങളുടെ ഭാര്യ മറ്റുള്ളവർ കണ്ട് ആസ്വദിക്കുന്നതിൽ നിങ്ങൾക്കൊരു പ്രശ്നമല്ലേ? ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, ഓൺലി ഫോർ മുസ്ലിംസിനോട് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. എല്ലാ മുസ്ലിങ്ങളോടും അല്ല. മുസ്ലിമായി ജീവിച്ച് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന യഥാർത്ഥ മുസ്ലിങ്ങളോട് മാത്രം ഞാൻ ഈ പറയുന്നത്. ഇത് മതേതര രാജ്യമാണ്. നിങ്ങൾക്ക് ഭാര്യയെ കാണിക്കാം, നിങ്ങൾക്ക് എന്തും കാണിക്കാം. ഇറ്റ്സ് നിങ്ങളുടെ റൈറ്റാണ്. നിങ്ങൾക്കതിന് ഭരണഘടന അവകാശം നൽകുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്ന അതൊന്നുമല്ല. നാളെ പരലോകത്ത് ചെല്ലണം, നമുക്കൊരു ഭരണഘടനയുണ്ട് ഇല്ലേ? അല്ലാഹു റബ്ബുൽ ആലമീൻ ഖുർആനും ഹദീസും നിർത്തിയിട്ട് ഇങ്ങനെ ചോദിക്കും, എവിടെടാ ഇതിൽ കാണിച്ചതാ? എന്താ കാണിക്കുക നമ്മൾ? എന്താ കാണിച്ചു കൊടുക്കുക നമ്മൾ? സ്വന്തം ഭാര്യയെ. ഇതല്ലേ മക്കൾ കണ്ടുപഠിക്കണം. നമുക്ക് മക്കളില്ലേ? നമ്മുടെ ഉമ്മ ഇങ്ങനെ നടന്ന് തുള്ളിച്ചാടി യൂട്യൂബിൽ കൂത്താടി ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ മക്കൾ കണ്ടുപഠിക്കണം. എന്താ? ഇത് തന്നെയല്ലേ? ഈ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഗുണമുണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ലേ? എനിക്ക് ഏറ്റവും വലിയ സങ്കടം ഇതിൻ്റെ താഴെ പോയി മാഷാ അല്ലയും ഇൻഷാ അല്ലയും അൽഹംദുലില്ലയൊക്കെ കമൻറ്റ് ചെയ്യുന്നവരാണ്. നിങ്ങൾക്ക് അല്പമെങ്കിലും നാണമുണ്ടോ മനുഷ്യരെ? മാഷാ അല്ലാഹ് എവിടെയാണ് പറയേണ്ടത്? ഹറാമായി ഒന്ന് കാണുമ്പോൾ അത് മാഷാ അല്ലാഹ് പറയാം, അൽഹംദുലില്ലാഹ് എവിടെയാണ് പറയേണ്ടത്? അതായത് ഇപ്പോൾ ഈ മറ്റേതുണ്ടല്ലോ, കല്യാണത്തിന് മുമ്പ് സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ, ആ പ്രൊമോ വീഡിയോ ഒക്കെ ഇറക്കും. രണ്ടുപേരും ഇങ്ങനെ നിക്കാഹ് പോലും കഴിഞ്ഞിട്ടില്ല, അവളിങ്ങനെ ചെക്കനും പെണ്ണും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുക. കല്യാണത്തിൻ്റെ ഡേറ്റ് വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബറക്കല്ലാഹു ലക്കും ഹൈ മാഷാ അല്ലാഹ്. പച്ചയായി രണ്ട് മനുഷ്യരിന്ന് വ്യഭിചരിക്കണത് കാണുമ്പോൾ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അള്ളാനെ കളിയാക്കല, അനുഭവിക്കാണ്ട് നമ്മൾ പോവില്ല. അള്ളാനെ കളിയാക്കല. അത് മാഷാ അല്ലാഹ് എവിടെ നിന്നും ഇൻഷാ അല്ലാഹ് എവിടെ പറയണം? ഹൈറല്ലാത്ത ഹലാലല്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ മനഃപൂർവ്വം പറയുകയാണെങ്കിൽ ഇസ്ലാമിൽ നിന്ന് വരെ നമ്മൾ പോകാൻ കാരണമാണത്. ഹറാമായി ഒന്നിനു മേൽ മാഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാനെ പരിഹസിക്കലാണത്. ആ ഒരു ഉദ്ദേശം നമ്മുടെ കൽബിലുണ്ടെങ്കിൽ ഇസ്ലാമിൽ നിന്ന് തന്നെ നമ്മൾ പുറത്തു പോകുന്ന അവസ്ഥയാണ്. ബാക്ക്ഗ്രൗണ്ട് നല്ലതായിരിക്കും. ചിലപ്പോൾ ഈ കാണുന്ന പേക്കൂത്തുകളൊക്കെ എല്ലാ സിനിമാ ഡയലോഗും അതുപോലെ തന്നെ ഈ ഹറാമായ കാര്യങ്ങളും ചിലപ്പോൾ കിസ്സിങ് വരെ നടക്കും കല്യാണത്തിന് മുമ്പ്. ഇതൊക്കെ വീഡിയോയിലുണ്ടാവും. എന്താ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാണിക്യമലരായ പൂവി. ഓ, ആ പാട്ട് കേട്ടിട്ട് അല്ലോ ഖദീജ ബീവി മുത്തുനബി. ഏത് ഈ കാണുന്നത്? മാഷാ അല്ലാഹ്. ഓ, കണ്ണ് കിട്ടാണ്ടിരിക്കട്ടെ മക്കളെ. മാഷാ അല്ലാഹ്. ചില ആളുകൾ കമൻറ്റ് ചെയ്യാൻ എന്തൊരു മോശമാണ്. യാ അല്ലാഹ്. നിങ്ങൾ ചിന്തിച്ചോക്ക്. അപ്പോൾ ഇത് നമ്മുടെയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. കല്യാണത്തിൻ്റെ പേരിലുള്ള പേക്കൂത്താകട്ടെ, അതുപോലെ ഈ സേവ് ദ ഡേറ്റിൻ്റെ പേരിലുള്ള, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ കല്യാണം ഉറപ്പിച്ചു വെച്ചത് കൊണ്ടോ നിശ്ചയം നടത്തിയത് കൊണ്ടോ ഭാര്യയും ഭർത്താവും ആവണില്ല. നിങ്ങൾക്ക് ഒരു വിഷയവും പരിധി വിട്ട് സംസാരിക്കാനുള്ളൊരു റൈറ്റും ഇല്ല. അവിടെ തൊടാനുള്ള റൈറ്റില്ല. യാ അല്ലാഹ്. ഇസ്ലാമിലാണ്, മുസ്ലിം ആണെങ്കിൽ മാത്രം കേട്ടോ, അല്ലാത്തവരോട് ഞാൻ പറയണില്ല. എപ്പോഴും പറയാം, നിങ്ങൾ യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് മരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ. അത് അക്സെപ്റ്റ് ചെയ്യുമോ നിങ്ങളിലേക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് ഞാനീ പറയുന്നത്. ജീവിതത്തിൽ ആ തുടക്കകാലത്തുള്ള ആ ഒരു ചിരിയും കളിയൊക്കെ ഉണ്ടല്ലോ, ഒരു
സ്ട്രഗ്ലിംഗ് പീരീഡിലേക്ക് അങ്ങ് വരുമ്പോൾ ബാപ്പായി ഉമ്മായി ഇങ്ങനെ നോക്കി നിൽക്കുക, മക്കളുടെ ജീവിതം എന്തെങ്ങനെ. അന്ന് മക്കൾ കല്യാണത്തിൻ്റെ പേരിൽ പേക്കൂത്ത് നടത്തിയപ്പോൾ, അന്യ ആണുങ്ങളും പെണ്ണുങ്ങളും സ്റ്റേജിൽ കയറി നിന്ന് തുള്ളിയപ്പോൾ, കൂട്ടുകാരനും കൂട്ടുകാരിയാണെന്ന് പറഞ്ഞ് എല്ലാ അലമ്പും തോന്നിവാസവും അള്ളാൻ്റെ ഹബീബിൻ്റെ സുന്നത്തിൻ്റെ പേരിൽ കാണിച്ചു കൂട്ടിയപ്പോൾ പറയാൻ ബാപ്പമാരെ ഉമ്മമാരെ നിങ്ങൾ ഉണ്ടായിരുന്നില്ല, നിങ്ങൾ അനുഭവിക്കുക തന്നെ വേണം എന്നല്ലേ? നിങ്ങളല്ലേ ഇതിൻ്റെ ഉത്തരവാദികൾ? എല്ലാ കുഞ്ഞും നല്ല പ്രകൃതിയിൽ ജനിക്കുമ്പോൾ അവരെ തെമ്മാടികളും താന്തോന്നികളുമാക്കുന്നത് ബാപ്പയും ഉമ്മയും. പിന്നെ ചില ആളുകൾ പറയുന്നുണ്ട്, ഈ ഹിജാബൊന്നും ഇല്ലാതെ കുറേ ആൾക്കാർ ഇങ്ങനെ കൂത്തുകൾ കാണിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് ചോദിക്കുന്ന കുറേ ആൾക്കാർ, തട്ടനിട്ടൂടെ? തട്ടനിട്ടിപ്പോൾ എന്ത് ഹലാലാവോ? അപ്പോൾ അവർ പറയും, ഞാനും അള്ളായും തമ്മിലായിക്കോളാം, നിങ്ങൾ അള്ളായും തമ്മിലായിക്കോ. ഇതൊക്കെ എല്ലാവരുടെയും വാദമാണ്. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഞങ്ങൾ ഈ വിഷയം പറയുന്നത് നിങ്ങൾ അള്ളായും തമ്മിലായിക്കോ, അല്ലാതെ ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാനൊന്നും പറ്റൂലല്ലോ, ഉപദേശിക്കാനല്ലാതെ. يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. ഈ തല മുഴുവൻ മറക്കുക, ജിൽബാബ് ഇടുക, അതുപോലെ തന്നെ നിഖാബ് ധരിക്കുക, ഇതൊക്കെ നമ്മുടെ അടയാളമായിട്ട് ഖുർആൻ പറയണം, ഐഡൻറ്റിറ്റിയാണ്. ഈ തലയിൽ ഇങ്ങനെ ഇച്ചിരി ഇവിടെ ഇങ്ങനെ ഒരു ഷാള് ക്രിസ്ത്യാനികൾ വള്ളി പോകുമ്പോൾ ഇടുന്ന പോലെ ഇടാനൊന്നുമല്ല, ഒരു മുടി പോലും പുറത്ത് കാണാതെ തലമറക്കണം. അങ്ങനെ ചെയ്യുന്ന എത്ര പേരുണ്ട്? ഇത് അള്ളാഹു നിർബന്ധമായി ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. എത്ര പേര് ചെയ്യുന്നുണ്ട്? ഇതെത്ര ആണുങ്ങൾ കാണുന്നുണ്ട്? ഏറ്റവും കൂടുതൽ സ്ത്രീകൾ നരകത്തിൽ പോകാനുള്ളൊരു വിഷയം പറയുമ്പോൾ ഇസ്രാ മിഅ്റാജിൻ്റെ രാത്രിയിൽ മുത്തുനബി തങ്ങൾ കണ്ടതല്ലേ നരകത്തിൽ തലമറക്കാത്തതിൻ്റെ പേരിൽ കിടന്ന് അതിയായ യാതന അനുഭവിക്കുന്ന സ്ത്രീകൾ. നമ്മളായിരിക്കുമോ അത്? മുത്തുനബി തങ്ങൾ കാലേ കൂട്ടി നടക്കാൻ പോകുന്ന കാര്യം അവിടെ കണ്ടത്. അല്ലാഹുമ്മ ലാ തജ്അൽനാ മിൻഹും, പടച്ചോനെ ഞങ്ങൾ അതിൽ നീ പെടുത്തല്ലേ അല്ലാഹ്. കൽബറിഞ്ഞ് ദ്വാരുന്ന തൗബ ചെയ്യട്ടോ സഹോദരങ്ങളെ, അള്ളാഹു നന്നാക്കി തരട്ടെ. മെക്കാലെ പ്രഭു ഇവിടുന്ന് ബ്രിട്ടീഷുകാർ പോകുന്ന സമയത്ത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തി വെച്ചൊരു കാര്യമുണ്ട്, വി മേ എഡ്യൂക്കേറ്റ് അവർ സബ്ജക്ട്സ് സോ ദേ മേ ഡിമാൻഡ് അവർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് whenever the day comes it will be the proudest day of our history. അവർ പോകാൻ നേരത്ത് പറഞ്ഞെന്താ, ഈ നമ്മളിവിടുന്ന് പോയി കഴിഞ്ഞാലും നമ്മുടെ ഈ എഡ്യൂക്കേഷൻ കൊണ്ട് കിട്ടുന്നൊരു നേട്ടം നമുക്ക് എന്താണെന്നറിയോ? നമ്മളും ഇവരും തമ്മിൽ ഈ കറുപ്പ് വെളുപ്പിൻ്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ സംസ്കാരം അവരുടെ സംസ്കാരമായി മാറും. ബ്രിട്ടീഷുകാർ പറഞ്ഞു വെച്ച കാര്യമാണിത്. ഇസ്ലാമിനെ തകർക്കാൻ എന്ത് മതി? സിമ്പിളാണ്. അവരുടെ സംസ്കാരം നമ്മുടെ സംസ്കാരമായി മാറുന്നേ. ഇപ്പോൾ നമുക്ക് ഇച്ചിരി സ്കേർട്ട് ഇട്ടാൽ അവരൊത്ത് മറക്കാതെ നടന്നാൽ അതിനിപ്പോൾ എന്താ? അവിടെ ഇസ്ലാം എന്ത് പറയുന്നു എന്നുള്ളതൊരു വിഷയമല്ല അല്ലേ? ഒരു സ്ത്രീയുടെ അവറത്ത് എത്രയാണ്, ഒരു പുരുഷൻ്റെ അവറത്ത് എത്രയാണ്? ഇതൊക്കെ ഈ അവറത്തൊക്കെ വെളിവാക്കി നടക്കുമ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ ഒന്ന് പാടാപ്പാടുന്നു, ഇതൊക്കെ ഇപ്പോൾ ലോകത്ത് നടക്കാത്ത കാര്യമാണ്. ഇസ്ലാം എന്തു പറയുന്നു എന്നൊരു ചർച്ച പോലും ഇല്ലാത്ത കാലം വരും. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ. അപ്പോൾ നമ്മൾ ഇന്ന് അടിമകളായി പോയിട്ടുണ്ട്. ഞാൻ പറയട്ടെ നിങ്ങളൊന്ന് യൂറോപ്പിലേക്ക് നോക്ക്. അല്ലാമ ഇക്ബാൽ പാടി വെച്ചില്ലേ, ഇസ്ലാം കി ഫിത്രത്ത് മേ ഖുദ്റത്ത് ന ലചക് ജി ഹേ യെ ഇത്നാ ഹി ഉബറേഗാ ജിത്നാ ഹെ ദബാओगे ജഹാ മേ അഹ്ലെ ഈമാൻ സൂരത്തെ ഖുർശീദ് ജീത്തെ ഹേ ഇധർ ഡൂബേ ഉധർ നിക്കലേ ഉധർ ഡൂബേ ഇധർ നിക്കലേ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ ഫ്ലെക്സിബിളായ മതമാണ്. ഇവിടെ അസ്തമിച്ചാൽ അവിടെ ഉദിക്കും, അവിടെ അസ്തമിച്ചാൽ ഇവിടെ ഉദിക്കും. ഇന്ന് നമ്മൾ യൂറോപ്യൻസൊക്കെ വലിച്ചെറിഞ്ഞ ചപ്പ് ചവറ് എടുത്തിങ്ങനെ കൊണ്ട് നടക്കുമ്പോൾ അവർ അള്ളാഹുവിൻ്റെ യഥാർത്ഥ പാതയത്തിലേക്ക് വരികയാണ്. സായിപ്പന്മാരായ മുസ്ലിങ്ങൾ, നല്ല ഫോറിനേഴ്സായ മുസ്ലിങ്ങൾ, അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക, അള്ളാഹിൻ്റെ മതത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുക. നമ്മളോ മതത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുക. അള്ളാഹു വെറുതെ വിടില്ല കേട്ടോ എൻ്റെ പ്രിയ മുസ്ലിം സമൂഹമേ. നമുക്ക് ചില ബൗണ്ടറീസൊക്കെ ഉണ്ട്. ഏതൊക്കെ നിയമങ്ങൾ എന്തെല്ലാം പേക്കൂത്തുകൾക്ക് നമുക്ക് അനുവാദം തന്നാലും നമ്മൾ മുസ്ലിങ്ങളാണ്. നമ്മൾ അള്ളാഹു റബ്ബുൽ ആലമീൻ വെച്ചിട്ടുള്ള ഒരു ബൗണ്ടറി ഉണ്ട്, ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അതിൻ്റെ അപ്പുറം നമ്മൾ പോകാൻ പാടില്ല, മുസ്ലിം ആണെങ്കിൽ മാത്രം. അപ്പോൾ ഈ യൂട്യൂബിൽ തോന്നിവാസങ്ങൾ കാണിക്കുന്നവർ, സ്വന്തം ഭാര്യയെ കൊണ്ടുവന്ന് ഔറത്തടക്കം പ്രദർശിപ്പിക്കുന്നവർ, പേക്കൂത്തുകൾ കാണിക്കുന്നവർ, തുള്ളിക്കളിപ്പിക്കുന്നവർ, മക്കളെ ദയൂത്തുകളിൽ പെട്ടുപോകരുത്. സ്വർഗത്തിൻ്റെ ഗന്ധം പോലും പരിമളം പോലും അവർക്കില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയുന്ന എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഇത് പോട്ടെ. ഇത് ചർച്ച ചെയ്യപ്പെടണം. മുസ്ലിം ഉമ്മത്ത് ചർച്ച ചെയ്യണം. അവരിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. ഈ കല്യാണ പേക്കൂത്തുകളിലൊക്കെ മഹല്ലുകൾ കൃത്യമായ നടപടിയെടുക്കണം. പടക്കം പൊട്ടിച്ചും പേക്കൂത്തുകൾ നടത്തിയും അങ്ങനെ മലീമസമാക്കാനുള്ളതല്ല, അതൊരു സുന്നത്താണ്. അന്നിക്കാഹു മിൻ സുന്നത്തി മുഹമ്മദുർ റസൂലുള്ളാഹ്, മുത്തുനബി തങ്ങളുടെ സുന്നത്തായ ഒരു ആരാധനയാണ് നിങ്ങൾ നാശമാക്കുന്നത്. പിന്നെ അതിനുശേഷം നിങ്ങൾ ജീവിക്കുന്ന ജീവിതത്തിൽ വല്ല ബറക്കത്തുണ്ടാവുമോ മക്കളെ?
പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? എനിക്കിപ്പോൾ ആരോടും ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഉമ്മത്തിങ്ങനെ ആകുന്നത് കാണുമ്പോൾ വലിയ സങ്കടമുണ്ട്, കൽബ് നീറുക. ചില സദസ്സുകളിലൊക്കെ പോകുമ്പോൾ പൊട്ടിക്കരഞ്ഞു പോകുന്നുണ്ട്. ഒരു പരിധി വിട്ട് നമ്മൾ പറഞ്ഞാൽ ഉൾക്കൊള്ളുന്ന ആളുകളുമല്ല. കാലം മാറിപ്പോയി. അതാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത കാലം, പറഞ്ഞാൽ അത് അംഗീകരിക്കാത്ത കാലം വരും. യാ അല്ലാഹ്, അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. നമ്മുടെ ഈമാനിന് അല്ലാഹു ബലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.